കാസർഗോഡ് നീലേശ്വരത്ത് 60 വീടുകളിൽ വെള്ളം കയറി. കുമ്പളയിൽ ശക്തമായ കാറ്റിൽ 3 നില ബിൽഡിംഗിൽ സ്ഥാപിച്ച കൂറ്റൻ ഇരുമ്പ് മേൽക്കൂര റോഡിൽ തകർന്നു വീണു. നീലേശ്വരത്തു നിന്നുള്ള ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. വീടുകളിൽ വെള്ളം കയറിയിരിക്കുന്നു. 60ഓളം വീടുകൾ ഈ ഒരു ദുരിതസ്ഥിതിയിലാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. രാഹുൽ കെ വി വിവരങ്ങളുമായി കാസർഗോഡ് നിന്ന് ചേരുന്നു. രാഹുൽ, 60 വീടുകളിൽ വെള്ളം കയറുക എന്ന് പറഞ്ഞാൽ ആ പ്രദേശമാകെ ദുരിതബാധിതരാണ് എന്നുള്ളതാണ്. അപകടകരമായ നിലയിൽ ജലനിരപ്പ് ഉയരുന്നുണ്ടോ? ആളുകളെ മാറ്റിപ്പാർപ്പിക്കേണ്ടുന്ന സാഹചര്യത്തിലേക്ക് പോകുന്നുണ്ടോ? മധു, കാസർഗോഡ് ഇടവേളകളിൽ തീവ്രമഴ തന്നെയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ താഴ്ന്ന പ്രദേശങ്ങൾ ഇതിനകം വെള്ളത്തിനടിയിലായിട്ടുണ്ട്. നീലേശ്വരത്താണ് ദുരിതബാധിതർ കൂടുതലുള്ളത്. നീലേശ്വരം പോടത്തുരുത്തിൽ 60 വീടുകളിൽ ഇതിനകം വെള്ളം കയറിയിട്ടുണ്ട്. ഇവിടെ നിന്ന് 3 കുടുംബങ്ങളെ ക്യാമ്പുകളിലേക്ക് മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. ബാക്കിയുള്ള കുടുംബങ്ങൾ ബന്ധുവീടുകളിലേക്കടക്കം മാറിയിരിക്കുകയാണ്. വീടിനകത്തൊക്കെ വെള്ളം കയറിയതുകൊണ്ട് അവശ്യ സാധനങ്ങളൊക്കെ നനഞ്ഞ് കിടക്കുന്നൊരവസ്ഥയാണ്. അങ്ങനെ വലിയൊരു ദുരിതാവസ്ഥയിലേക്ക് ആ മേഖലയിലെ ജനങ്ങൾ പോയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പം കനത്ത കാറ്റും വലിയ നാശനഷ്ടം തന്നെയാണ് വിതയ്ക്കുന്നത്. മരം ഒടിഞ്ഞു വീഴുന്നത് വ്യാപകമായി തന്നെയുണ്ട്. അതിനൊപ്പമാണ് പുലർച്ചെ കുമ്പള ബദിയെടുക്ക റോഡിൽ 3 നില കെട്ടിടത്തിന് മുകളിലുള്ള ഒരു മേൽക്കൂര തകർന്ന് റോഡിലേക്ക് പതിച്ചത്. പുലർച്ചെ 5:30 ആയതുകൊണ്ട് റോഡിൽ ആളില്ല, റോഡ് ഒഴിഞ്ഞു കിടന്നതായതുകൊണ്ട് വലിയ അപകടം ഒഴിവായി എന്നുള്ളതാണ് ആശ്വാസം. കാരണം ഒരു വലിയ മേൽക്കൂര തന്നെയാണ്, ഷീറ്റും അതിൻ്റെ പില്ലറും ഒക്കെ സഹിതമാണ് താഴ്ഭാഗത്തേക്ക് വന്നിരുന്നത്. നിലവിലിപ്പോൾ തേജസ്വിനി, കാര്യങ്കോട്, ഉപ്പള പുഴകൾ അപകടകരമായ രീതിയിലേക്ക് ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. ആ മേഖലയിൽ താമസിക്കുന്ന ആളുകൾക്കൊക്കെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മഴ കുറച്ച് സമയങ്ങളിൽ മാറി നിൽക്കുന്നുണ്ടെങ്കിലും മാനം തെളിയുന്നില്ല. ഇടവേളകളിൽ അത്രയും തീവ്രമായ രീതിയിൽ തന്നെയാണ് മഴ പെയ്തുകൊണ്ടിരിക്കുന്നത്. പറഞ്ഞതുപോലെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലാണ്. ഈ നദികളുടെ തീരത്ത് താമസിക്കുന്ന എല്ലാവർക്കും വലിയ രീതിയിലുള്ള ജാഗ്രതാ മുന്നറിയിപ്പാണ് നൽകിയിട്ടുള്ളത്.